ഇത് എൻ്റെ നാരകം. മഴ സീസണായപ്പോഴത്തേക്ക് ധാരാളം പൂക്കളുണ്ടായി. ഇഷ്ടംപോലെ നാരങ്ങ പിടിക്കും ഇതിനകത്ത്. ഇനി അതിൻ്റെ ചുവടിളക്കി അതിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നതാണ് ഈ സമയം. പിന്നെ ഞാൻ ചട്ടികളിൽ നാരങ്ങ നട്ടിട്ടുണ്ട്. നാരകം പൂത്തപ്പോൾ മഴ സീസണല്ലേ, നാരകത്തിന് വരുന്ന ഒരു രോഗമാണ് ഡൈബാക്ക് എന്ന് പറയുന്നത്. തണ്ടുകളെല്ലാം ഉണങ്ങിപ്പോകുന്നത്. തണ്ടുകളെല്ലാം നമുക്ക് മുറിച്ച് മാറ്റാം. ഉണങ്ങിയ തണ്ടുകളെല്ലാം മുറിച്ച് മാറ്റി, എന്നിട്ട് അതിനകത്തെല്ലാം സാഫ് പുരട്ടി കൊടുക്കാം. ഉണങ്ങിയ തണ്ടുകൾ മുറിച്ച് മാറ്റിയിട്ട് അതിനകത്തെല്ലാം സാഫ് പുരട്ടി കൊടുക്കണം. മഴയില്ലയോ, അപ്പോൾ ഫംഗസ് രോഗമൊന്നും പിടിക്കത്തില്ല. അവിടെ ഞാൻ ചട്ടിയിൽ വെച്ച നാരകമാണ്. ധാരാളം കാ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിൽ വെച്ചതാണ്. തറയിൽ വെച്ചത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഇട ഇളക്കണം. പോച്ചയൊക്കെ പറിച്ച് കളഞ്ഞിട്ട്, മഴക്കാലം ഇല്ലയോ. വേണ്ട, ജൈവവളമാണ്. ഉണങ്ങിപ്പൊടിഞ്ഞ കോഴിവളമാണത് ഇട്ട് കൊടുക്കുന്നത്. വളമിട്ടൊന്ന് ഇളക്കി കൊടുത്തേരാം എൻ്റെ പേര്. ഇച്ചിരി സാഫ് അതിൻ്റെ ചുവട്ടിലും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. കോഴിവളം അല്ലയോ, അപ്പോൾ ചൂടൊക്കെ കാണും ചിലപ്പോൾ. ഇതുപോലൊരു നാരകം, ചെറുനാരകം നട്ടുപിടിപ്പിക്കുക. നമുക്ക് എപ്പോഴും ഉപയോഗമുള്ളതാണ്. ആരെങ്കിലും വന്നാൽ 2 കാ പറിച്ച് നമുക്ക് കൊണ്ടുവന്ന് പിഴിഞ്ഞ് ഗസ്റ്റുകൾക്ക് നാരങ്ങ വെള്ളമായിട്ട് കൊടുക്കാം. നമുക്ക് കഴിക്കാം. എപ്പോഴും നല്ലതാണ്. വീട്ടിൽ എപ്പോഴും ഇത് പിടിക്കും. കണ്ട, നമ്മുടെ നാരകം നിറച്ച് പൂക്കളായിട്ടുണ്ട്. കണ്ടോ, നിറച്ചും പൂക്കൾ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂക്കൾ പിടിക്കുക. എനിക്ക് പിന്നെ തറയിൽ നട്ട ഒരു മൂടുണ്ട്. ഞാൻ അതും കൂടെ കൊണ്ട് കാണിക്കാം. തറയിൽ നട്ട ഒരു മൂടാണല്ലോ നിൽക്കുന്നത്. തറയിൽ നട്ട നാരകമാണിത്. കണ്ടോ, നിറച്ചും പൂക്കളുണ്ട്. മുല്ലപ്പൂ പോലെ പിടിച്ച് നിൽക്കുന്ന കണ്ടോ പൂക്കൾ. താഴെയും മുകളിലും എല്ലാം ഇഷ്ടം പോലെ പൂക്കളാണ്. ഇഷ്ടം പോലെ പൂക്കളാണ്. കണ്ട, തറയിൽ നടുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തറയിലെ വളങ്ങളെല്ലാം ഇത് വലിച്ചെടുത്ത് പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. ഇഷ്ടം പോലെ കാൾ പിടിക്കും.